സിംഗിൾ ഓണർ 2021 മോഡൽ. ഈ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ അല്ല, ഫിക്സഡ് റേറ്റ് ആണ്. വാറന്റി കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് എഞ്ചിൻ പരമായിട്ട് യാതൊരു കംപ്ലൈന്റും ഇല്ല, ഇൻക്ലൂഡിങ് അതിന്റെ ഇൻഷുറൻസ് ഫുൾ ഹിസ്റ്ററി ഉൾപ്പെടെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പറ്റുന്നത്. ഒരു നെഗറ്റീവ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിന് ഏത് ബ്രാൻഡിന്റെ ആയാലും ഞാൻ അത് ആ ഒരു നെഗറ്റീവ് പറഞ്ഞിരിക്കും. അപ്പോൾ എനിക്ക് നെഗറ്റീവ് എന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല ആ വാഹനത്തിന്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഗാഡി ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ ഇന്ന് നിൽക്കുന്നത് ഡി മോട്ടോഴ്സ് യൂസ്ഡ് ബൈക്കിന്റെ ഫ്രണ്ടിലാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്ത് നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴത്തേക്ക് കൊല്ലം ബൈപ്പാസ് അവസാനിക്കുന്ന മേവറത്ത് ഹയാത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഹയാത്ത് ഹോട്ടലിന് തൊട്ട് ചേർന്ന ഒരു ഷോപ്പാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും പറയുകയുണ്ടായി നമ്മള് കാറിന്റെ വീഡിയോസ് ആണ് കൂടുതൽ ചെയ്യുന്നത്, ബൈക്കിന്റെ വീഡിയോസ് കുറവാണ് ചെയ്യുന്നതെന്ന് പലരും പറഞ്ഞു. ആ ഒരു പ്രശ്നം നമുക്ക് ഇന്ന് പരിഹരിച്ചേക്കാം. ഈ കാണുന്ന വണ്ടികളെല്ലാം ഇവിടെ യൂസ്ഡ് ബൈക്കുകളാണ്. ഈ ബൈക്കുകളുടെ എല്ലാ ഓഫറും കാര്യങ്ങളും, നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഡി മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഓഫർ വീഡിയോസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. NS ഉണ്ട്, അപ്പാച്ചെ ഉണ്ട്, റോയൽ എൻഫീൽഡ് ഉണ്ട്, ഹോണ്ടയുടെ യൂണിക്കോൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ. ഇപ്പോൾ ഓഫ് റോഡ് പ്രേമികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള എക്സ്പൾസ് എല്ലാം യൂസ്ഡ് വെഹിക്കിൾസ് ആണ്. ഈ വാഹനങ്ങളെല്ലാം ഇവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കാലത്തെ യുവാക്കളുടെ ഒരു ഹരമായിരുന്ന 220, അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ റോഡിൽ അങ്ങേയറ്റം പവറും കാര്യങ്ങളും അല്ലെങ്കിൽ പെർഫോമൻസ് ബൈക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന R15ന്റെ V3 ഉണ്ട്, V2 ഉണ്ട്. അങ്ങനെ ഒരുപാട് ബൈക്കുകൾ. ഇപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ബൈക്കുകളെല്ലാം കുറച്ച് ബൈക്കുകൾ മാത്രമേ അവർ ഇവിടെ ഒരു ഡിസ്പ്ലേക്കായിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കി വാഹനങ്ങളെല്ലാം ഇതിന് പുറകിലായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഡേർട്ട് ബൈക്കിന്റെ സെയിലുണ്ട്. കുട്ടികൾക്ക് പറ്റിയ, അതായത് കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 കിലോ വരെ ഭാരം വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡേർട്ട് ബൈക്കുകൾ, അത് 2 സ്ട്രോക്കും 4 സ്ട്രോക്കും ഉണ്ട്. ഈ വാഹനങ്ങളാണ് ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ കാണിച്ച വാഹനങ്ങളുടെ ആ ഡേർട്ട് ബൈക്കിന്റെ ഒക്കെ നമുക്ക് വിലയും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് അറിയാം. ഡേർട്ട് ബൈക്ക് എന്ന് പറയുന്നത് യൂസ്ഡ് ഐറ്റം അല്ല, ഫ്രഷ് പീസ് ആണ്. നമ്മുടെ നാട്ടില് മറ്റൊരു ഷോപ്പിലും ഡേർട്ട് ബൈക്കുകൾ കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ആ വാഹനങ്ങളുടെ വിലയും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ഷോപ്പിലെ ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഇതിന്റെ വിലയും കാര്യങ്ങളും പറയുന്നത് ആ ചേച്ചി ആയിരിക്കും. നമുക്കപ്പോ ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഈ NS 200 ഇത് എത്ര മോഡല്? ഇത് 2018 ആണ്. 2018. ഇതിന്റെ ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ് എത്രയാ? നമ്മുടെ 69,000 രൂപ. 2018 മോഡല് 69,000 രൂപ. ഇത് NSന്റെ 125. ഇത് ഏതാ മോഡല്? 2022 ആണ്. 2022 ആണ്. എത്രയാണ് അതിന്റെ റേറ്റ്? 69,000 രൂപ. ഇത് വീണ്ടും ഒരു 200 ആണ്. ഇത് മോഡല്? ഇത് 2020 ആണ് മോഡല്. 2020 മോഡല്. ഇതിന്റെ റേറ്റ് നമുക്ക് 99,000 രൂപയ്ക്ക്. നമുക്ക് EMI ഫെസിലിറ്റി ഉണ്ടോ? ഉണ്ട്. EMI ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യാലോ, ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാലോ. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. EMI ഉണ്ട്. അതായത് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി കൊടുക്കാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റില് ഇപ്പൊ ഓഫർ വരുന്നില്ല, 0 ഡൗൺ വരുന്നില്ല. ഓക്കെ, നമുക്കൊരു ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് ഈ വാഹനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇത് അപ്പാച്ചയുടെ ഇന്നത്തെ റേറ്റ് 90,000 രൂപ. 2021 മോഡല്. അധികം വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്രഷ് പീസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 90,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി 2021 മോഡല് നമുക്കിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ 100 350 ആണ്. ഇത് ഏതാ മോഡല്? ഇത് 2022. 2022. എത്ര ഇന്നത്തെ റേറ്റ്? ഇത് 1,65,000 രൂപ. 1,65,000. നെഗോഷ്യബിൾ ആണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ അത് പ്രത്യേകം പറയണ്ടേ ചേച്ചി? സിംഗിൾ ഓണർ ആണ് കേട്ടോ. സിംഗിൾ ഓണർ ആണ്. 1,65,000 ആണ് ഇന്നത്തെ റേറ്റ്. 2022 മോഡലാണ്. ഏകദേശം 2 വർഷം മാത്രം പഴക്കമുള്ള വാഹനമാണ്. അടുത്തത് ഹോണ്ടയുടെ യൂണിക്കോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാഹനം വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. റോഡിലേക്ക് ഓടിക്കാനായിട്ട് ഭയങ്കര സ്മൂത്ത് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മോണോ സസ്പെൻഷൻ തന്നെ ആയിരിക്കും, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് ഏതാ മോഡല്? ഇത് 2021. 2021 മോഡലാണ്. ഇന്നത്തെ റേറ്റ് എത്ര? 85,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 2021 മോഡല് 85,000. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണിച്ച വണ്ടികളെല്ലാം ഒരു
4 വർഷം അല്ലെ മാക്സിമം ഒരു 5 വർഷത്തിനകത്ത് മാത്രം പഴക്കമുള്ള വണ്ടികളാണ് അല്ലെ. ആണ് നമ്മൾ കൊടുക്കുന്ന വണ്ടികളിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടല്ലേ, അധികം പഴക്കമില്ലാത്ത എഞ്ചിനും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല വണ്ടി മാത്രമേ നല്ല വണ്ടി മാത്രമേ നമ്മളായിട്ട് തന്നെ ഇവിടെ ഒരു ചെക്ക് ചെയ്യുന്നുണ്ട്, വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സർവീസ് എല്ലാം കഴിയണം. നമ്മൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കി എല്ലാം, അതായത് നമ്മുടെ ഇൻഷുറൻസ്, റോഡ് ടാക്സ്, ഉണ്ടാവത്തില്ല, എല്ലാം ചെക്ക് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെല്ലാം A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അതിന്റെ എഞ്ചിൻ പരമായിട്ടുള്ള കാര്യങ്ങളായാലും ഈവൻ നമ്മൾ ഓയിൽ ചേഞ്ച് വരെ ചെയ്തിട്ടാണ് ഇവിടുന്ന് വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കാറുള്ളത്. തീർച്ചയായിട്ടും ഹൈവേയുടെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേക്ക് വളരെ കുറച്ച് വാഹനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടെ ഡിസ്പ്ലേ വെക്കാനായിട്ട് സ്ഥലപരിമിതി കുറവായതുകൊണ്ട് വാഹനങ്ങൾ ഇതിന് പുറകിലായിട്ടാണ് കൂടുതലും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 3 എക്സ്പേർട്സ് ആണുള്ളത്. 3 എക്സ്പേർട്സ് ഓഫ് റോഡ് വാഹനങ്ങളെ പ്രേമിക്കുന്ന അല്ലെങ്കിൽ ഓഫ് റോഡ് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നും ചൂസ് ചെയ്യുന്ന ഒരു ഹീറോയുടെ വാഹനം അത് എക്സ്പൾസ് തന്നെയാണ്. ഇതിനു മുമ്പ് ഹിമാലയൻ ആയിരുന്നു. ഹിമാലയന്റെ ഒരു ഓവർ പ്രൈസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ യുവാക്കൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന വാഹനം എന്ന് പറയുന്നത് എക്സ്പൾസ് ആണ്. 3 എക്സ്പൾസ് ഉണ്ട് ചേച്ചി. ഇതേതാ മോഡല്? ഇത് 2021. മൂന്നും 2021 ആണ്. ഇതിന്റെ ഇന്നത്തെ റേറ്റ് എത്രയാ? 1,05,000. 1,05,000. ഇതിന്റേത്? ഇത് 1,02,000. 1,02,000. ഇതിന്റെ? ഇത് 1,05,000. 1,05,000, 1,02,000, 1,05,000. അപ്പൊ ഈ രണ്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന വാഹനങ്ങൾ 1,05,000, ഇത് 1,02,000 ഇന്നത്തെ റേറ്റ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാലത്ത് നമ്മുടെ യുവാക്കളുടെ ഒരു ഹരമായിരുന്ന ഒരു വാഹനമാണ് പൾസറിന്റെ 220 എന്ന് പറയുന്നത്. കിറ്റൊക്കെ വരുന്ന വാഹനങ്ങൾ കരിസ്മ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കിറ്റ് വരുന്ന വാഹനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത് അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ഒരുപാട് തരംഗം സൃഷ്ടിക്കാൻ തുടങ്ങിയ ഒരു വാഹനം എന്ന് പറയുന്നത് 220 ആയിരുന്നു. ആ ഒരു വാഹനം ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഇതേതാ ഒരു മോഡൽ? 2020 മോഡലാണ്. 2020 മോഡലാണ്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ ആണ്. എത്ര ഇന്നത്തെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് 73,000 രൂപയാണ്. 73,000 രൂപ. 73,000 രൂപയ്ക്ക് 220F ആണ്. 73,000 രൂപ. ഇത് 2021 R15ന്റെ V4 ആണ്. 2021 മോഡല്. എത്ര ഇന്നത്തെ ആസ്കിംഗ് പ്രൈസ്? 1,50,000. 1,50,000. 50,000. തെറ്റിപ്പോയി കേട്ടോ, 80 അല്ല 50. 1,50,000 രൂപയ്ക്ക് R15ന്റെ V4. അപ്പൊ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് V2 ആണ്. ഇതിന്റെ ഇന്നത്തെ റേറ്റ് എത്ര? 44,000. 44,000. എത്ര മോഡല്? 2013. 44,000 രൂപ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ അല്ല. ഫിക്സഡ് റേറ്റ് ആണ്. നമുക്ക് EMI ഫെസിലിറ്റി ഒന്നും ഇല്ല. EMI ഇല്ല. 2013 ആണ്. V2 ആണ് മോഡല്. ഇതിനകത്ത് കുറച്ച് കിറ്റും കാര്യങ്ങളും എന്റെ ടെയിൽ പോർഷനും ഒക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന റിയർ വ്യൂ മിറർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതേതാ മോഡല്? 2017 മോഡലാണ്. 2017 മോഡലാണ്. എത്ര ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് 69,000 ആണ്. 69,000 ആണ് ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ്. EMI ഫെസിലിറ്റി ഉണ്ട്. അപ്പോ ഈ വാഹനങ്ങളെല്ലാം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഒരു V2 ഒഴികെ ബാക്കി വാഹനങ്ങളെല്ലാം നമുക്ക് EMI ഫെസിലിറ്റി ഉള്ളതാണ്. അപ്പൊ ഞാൻ താഴെ കൊടുത്തിട്ടിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാഹനമാണോ വേണ്ടത് ആ വാഹനത്തെ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സംഘടിപ്പിച്ച് കൊടുക്കില്ലേ? തീർച്ചയായിട്ടും ആ ഒരു വാഹനം സംഘടിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ഒന്നും കിലോമീറ്ററിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. കിലോമീറ്ററിന്റെ കാര്യം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു വാഹനം ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിൽ കുറഞ്ഞ കിലോമീറ്ററിലുള്ള വാഹനമായിരിക്കും കൂടുതലും കിട്ടാൻ ചാൻസ് അല്ലേ. നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം കിലോമീറ്റർ കുറഞ്ഞ് ഓടിയിട്ടുള്ള വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇവിടുന്ന് എടുക്കുന്ന വാഹനങ്ങൾക്ക് ഇവിടെ തന്നെ വാറന്റി കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് എഞ്ചിൻ പരമായിട്ട് യാതൊരു കംപ്ലൈന്റും ഇല്ല, ഇൻക്ലൂഡിങ് അതിന്റെ ഇൻഷുറൻസ് ഫുൾ ഹിസ്റ്ററി ഉൾപ്പെടെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പറ്റുന്നത്. എഞ്ചിൻ ഓയിൽ വരെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാഹനം ഡെലിവറി ചെയ്യുന്നത് അല്ലെ. നമ്മുടെ സൈഡിൽ നിന്ന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു കസ്റ്റമർ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് വേണം കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ഈ കടയുടെ വിജയം. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ കടയുടെ വിജയവും നമ്മുടെ വർക്കേഴ്സിന്റെ അന്നവും. അതാണ്. അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഷോപ്പിനെ പറ്റി കുറെ അന്വേഷിച്ചു. ഒരാൾ പോലും എന്നോട് ഒരു നെഗറ്റീവ് കമന്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് നമുക്ക് വിശ്വസിച്ച് വാഹനം എടുക്കാം. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എന്റെ വീഡിയോസിന്റെ കൗണ്ട് വളരെ കുറവാണ്. പക്ഷെ ആ വീഡിയോ കാണുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്ക് തെറ്റാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരു നെഗറ്റീവ് കാര്യം
ഞാൻ പറയാനായിട്ട് ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്ന വാഹനങ്ങളുടെ വീഡിയോസ് ഞാൻ കൂടുതലും ചെയ്യാറില്ല. ഒരു നെഗറ്റീവ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിന് ഏത് ബ്രാൻഡിന്റെ ആയാലും ഞാൻ അത് ആ ഒരു നെഗറ്റീവ് പറഞ്ഞിരിക്കും. നമ്മുടെ തൊട്ട് മുമ്പിട്ട സ്വിഫ്റ്റിന്റെ വീഡിയോയിൽ ഞാൻ ഒരു നെഗറ്റീവ് പറഞ്ഞിരുന്നു, വണ്ടിക്ക് വൈബ്രേഷൻ കൂടുതലാണെന്ന്. അതിന്റെ പേരിൽ കുറെ ആൾക്കാർ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, സ്വിഫ്റ്റിന്റെ നിങ്ങൾ ഒരു ഷോറൂമിന് വേണ്ടി വീഡിയോ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെയാണോ പറയുന്നതെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു വാഹനം എടുക്കുന്ന ആൾക്കാർ നമ്മളിലാണ് ആ ഒരു വിശ്വാസം അർപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് എന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. ആ വാഹനത്തിന് വൈബ്രേഷൻ കൂടുതലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. ആ വാഹനം 3 സിലിണ്ടർ ആണ്, അതിന് വൈബ്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഇത്രയും അല്ല വാഹനങ്ങൾ ഇതിന് അകത്തേക്കും ഉണ്ട്. നമുക്കിനി കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുറച്ച് ഡേർട്ട് ബൈക്കുകൾ ഉണ്ടെന്ന്. 2 സ്ട്രോക്കും 4 സ്ട്രോക്കും വരുന്ന ഡേർട്ട് ബൈക്കുകൾ അകത്തുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ പുറത്ത് കുറെ ബൈക്കുകൾ കണ്ടു, ഇതിനകത്തും കുറെ ഇരിപ്പുണ്ട്. എല്ലാം കൂടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുറെ സമയം എടുക്കും. നമ്മൾ മെയിനായിട്ട് വന്നത് ഡേർട്ട് ബൈക്കിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു 6 പീസ് ഇരിപ്പുണ്ട്. ഇത് കൂടാതെ ഒരു 10-15 പീസ് പുറയിൽ ഗോഡൌണിലുണ്ടെന്ന് പറഞ്ഞു. ഈ ഇരിക്കുന്ന എല്ലാം 2 സ്ട്രോക്ക് ആണ്. ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് 4 സ്ട്രോക്ക് ആണ്. 4 സ്ട്രോക്ക് എഞ്ചിൻ വരുന്ന ഡേർട്ട് ബൈക്ക് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ ഇരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇരിക്കുന്ന എല്ലാം 2 സ്ട്രോക്ക് ആണ്. ഇത് 4 സ്ട്രോക്ക് ആണ്. ഈ 4 സ്ട്രോക്ക് ബൈക്കുകൾ ഇപ്പൊ ഒരെണ്ണം ഉള്ളെന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. ഒരുപാടെണ്ണം നമ്മുടെ ഗോഡൌണിലുണ്ട്. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് തരാം അല്ലെ. 10, 20, 30, 50 എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ 2 സ്ട്രോക്കിന്റെ എല്ലാം റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇതെല്ലാം ഒരു 28,000 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എങ്ങനെയാണ്? ഒരു 90 kg. 90 കിലോ. എനിക്ക് അപ്പൊ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. 90 കിലോ ഞാൻ പോകുന്നില്ല കേട്ടോ. പോകുന്നില്ല. ഇതെല്ലാം 2 സ്ട്രോക്ക് അല്ലേ? 2 സ്ട്രോക്ക് ആണ്. 2 സ്ട്രോക്ക് ആണ്. 90 കിലോ വരെ അല്ലേ? ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ എനിക്ക് പോകാൻ പറ്റും? ഇല്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് 5 വയസ്സല്ല. അപ്പൊ 50 കിലോ വരെ അല്ല 90 കിലോ വരെ. എത്ര CC വരുന്നത്? ഇതൊരു 50 CCക്ക് താഴെയായിട്ടാണ് വരുന്നത്. ഒരു 45 to 50 വരെ ഉള്ള മാക്സിമം. ഓക്കെ. ഫ്യൂവൽ പെട്രോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൈലൻസർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൈലൻസർ ഉണ്ട്. അതിനകത്തുനിന്ന് പുകയൊക്കെ വരും അല്ലെ? നല്ല രീതിയിൽ. 2 സ്ട്രോക്ക് എഞ്ചിനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സ്ട്രോക്ക് എഞ്ചിനാണ്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം 2 സ്ട്രോക്ക്. ഇത് 4 സ്ട്രോക്ക് ആണ്. ഇത് 4 സ്ട്രോക്ക് ആണ്. ഇതിനകത്താകുമ്പോ സൈലൻസർ ഇല്ല. സൈലൻസർ സൈലന്റ് ആണ്. സൈലന്റ്. നമ്മുടെ 4 സ്ട്രോക്ക് വണ്ടികൾ പോലെ തന്നെ കുറച്ച് സൈലന്റ് ആണ്. 2 സ്ട്രോക്ക് വരുമ്പോഴത്തേ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു? ഇതൊരു 32,000 വരെ നമുക്ക് 32,000 വരെ വരും. ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി 90 കിലോ തന്നെ. സെയിം തന്നെയാണ്. സെയിം തന്നെ. 50 സിസിക്ക് താഴെ 32,000 രൂപ. ഇത് എനിക്ക് ഓടിക്കാൻ പറ്റുമോ? 90 കിലോയില് മേളിലില്ലെങ്കിൽ ഓടിക്കാന്ന്. അപ്പൊ നമുക്ക് ഈ 2 സ്ട്രോക്ക് ഡേർട്ട് ബൈക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ഒറിജിനൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ലതും സംഭവിച്ചല്ലോ. നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ്, ചേട്ടാ പേരെന്താ? സവാദ്. നമ്മുടെ സവാദ് ഏട്ടൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാവോ? കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. ഇതാണ് ഈ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടും ആ ഒരു സ്മോക്കും കാര്യങ്ങളും ഒക്കെ. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 28,000 രൂപയാണ്. 2 സ്ട്രോക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 സ്ട്രോക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു, 32,000 രൂപയാണ് 4 സ്ട്രോക്കിന് വരുന്നത്. 4 സ്ട്രോക്ക് വണ്ടിയിൽ എത്ര വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും ഈ വണ്ടി അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേക്ക് ഒരു 6, 7 വണ്ടി നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 10-30ഓളം വണ്ടികൾ ഇവരുടെ ഗോഡൌണിൽ പുറകിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. അതായത് ഹൈവേയുടെ ഒക്കെ പണി നടക്കുന്നതാണ്, സ്ഥല സൗകര്യം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേക്ക് മാക്സിമം വണ്ടികൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത്, അതായത് ബൈക്കുകൾ ഏത് ബൈക്കാണോ വേണ്ടത് ആ ബൈക്കിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇത്രയും നേരം നമ്മൾക്ക് വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് സനൂജ ചേച്ചിയാണ്.
ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറയുന്ന സമയത്ത് തെറ്റിപ്പോകും കേട്ടോ, കട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പേടിയൊക്കെ മാറിയല്ലോ, പേടിയൊക്കെ മാറി, സംസാരിച്ച് വന്നപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോ സനു ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഡി മോട്ടോഴ്സിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വാഹനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്ന് ഡെലിവറി ചെയ്യുക. എൻജിൻ പരമായിട്ടോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ക്വാളിറ്റിയിലോ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾ വെക്കേണ്ട കാര്യമില്ല. കാര്യം എൻജിൻ ഓയിൽ വരെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. വണ്ടിയുടെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയായിരിക്കും. ടയർ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് നമ്മളൊരു ഷോറൂമിൽ നിന്നൊരു വാഹനം എങ്ങനെയാണോ ഇറക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഇവിടുന്ന് വാഹനങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഈ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അല്ലേ. അറിയാനായിട്ട് പറ്റും. താഴെ ഞാൻ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിനകത്തും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.